ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നൊയമ്പ് സമയത്തും അതുപോലെ തന്നെ ഈ കൊടും ചൂടിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തണ്ണിമത്തങ്ങ ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കഷ്ണം തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്രയും നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം, അതേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി വീഴുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇരിക്കുന്ന എല്ലാം ഒന്ന് ഇളക്കി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് തണ്ണിമത്തങ്ങ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കരിക്ക് ഇളക്കിയത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം മിറ്റിയ കരിക്കല്ല ഇളക്കിയിരിക്കുന്നത്, ഇത്തിരി ഇളത് കരിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറുപഴം ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മളിതിൽ മധുരത്തിന് നമ്മൾ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂൺ വലിയ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നല്ലതുപോലെ ഇത് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്തത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 4-5 ഇത് ബദാം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഈ തണ്ണിമത്തങ്ങയിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഇടയ്ക്ക് പഴം അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കടിക്കാനൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടപ്പാലല്ല ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഈ നൊയമ്പിനും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.